മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. സമഗ്ര ശിക്ഷ കേരളയ്ക്ക് വിദ്യാഭ്യാസ അവകാശ നിയമപ്രകാരം നൽകാനുള്ള ഫണ്ട് കേന്ദ്ര സർക്കാർ ഉടൻ അനുവദിക്കണമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ആവശ്യം ഉന്നയിച്ച് കേന്ദ്ര സർക്കാരിന് വീണ്ടും കത്തയച്ചതായി മന്ത്രി അറിയിച്ചു. 2023-24 വർഷത്തെ മൂന്നാം ഘടു മുതൽ 2025-26 ഉൾപ്പെടെ ആകെ 1158 കോടി രൂപയാണ് സംസ്ഥാനത്തിന് മൊത്തത്തിൽ കേന്ദ്രത്തിൽ നിന്നും ലഭിക്കാനുള്ളത്. BJP സംസ്ഥാന നേതൃത്വവും കേരളത്തിൽ നിന്നുള്ള മന്ത്രിമാരും ഫണ്ട് തടയാൻ ഇടപെടുന്നു. അവരുടെ സമ്മർദ്ദത്തിന്റെ അടിസ്ഥാനത്തിലാണ് അവകാശപ്പെട്ട ഫണ്ട് കേന്ദ്രം തടഞ്ഞു വെക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു. വർഷത്തെ മൂന്നാം ഗഡു മുതൽ 2025-26 ഉൾപ്പെടെ ആകെ 1158 കോടി രൂപയാണ് സംസ്ഥാനത്തിന് മൊത്തത്തിൽ കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കുവാനുള്ളത്. ഈ ഫണ്ട് ഈ നിലയിൽ തടഞ്ഞു വയ്ക്കുന്ന കാര്യത്തിൽ BJPയുടെ സംസ്ഥാന നേതൃത്വവും കേരള സംസ്ഥാനത്തു നിന്നുള്ള സഹമന്ത്രിമാരും കേന്ദ്ര ഗവൺമെന്റിൽ ഇടപെടുന്നു എന്നുള്ള വളരെ ഗൗരവമുള്ള ഒരു വിഷയം ഞാൻ ഇവിടെ ചൂണ്ടിക്കാണിക്കുവാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുകയാണ്. അവരുടെ സമ്മർദ്ദത്തിന്റെ ഫലമായിട്ടാണ് കേരളത്തിൽ ലഭിക്കേണ്ട ഫണ്ട് വിദ്യാർത്ഥികൾക്ക്, പാവപ്പെട്ട വിദ്യാർത്ഥികൾക്ക് ലഭിക്കേണ്ട ഫണ്ട് ലഭിക്കാതെ ഇരിക്കുന്നത്. ഇക്കാര്യത്തിൽ കേരള സംസ്ഥാനത്തു നിന്ന് ഉള്ള കേന്ദ്ര സഹമന്ത്രിമാരും BJPയുടെ സംസ്ഥാന പ്രസിഡന്റായിട്ടുള്ള ശ്രീ രാജീവ് ചന്ദ്രശേഖരനും മറുപടി പറയണം എന്നുള്ള കാര്യം ഞാൻ വളരെ വിനീതമായി ആവശ്യപ്പെടുകയാണ്.